നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ ബസ്സുകൾ പണിമുടക്കി. വലഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. സമരം ജീവനക്കാരെ അകാരണമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് മയ്യിൽ പോലീസ് ചർച്ച നടത്തി. മുഴപ്പിലങ്ങാടിനി താലപ്പൊലി മേളം. ഞായറാഴ്ച കലശം കാഴ്ച വരവുകൾ. കലശക്കാർ കോടതി നിർദ്ദേശം പാലിക്കണം. ആചാരാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി. പുല്ലുവെട്ട് യന്ത്രത്തിൽ തട്ടി കൈയേറ്റു. 10 വയസ്സുകാരന് തുണയായി ആസ്റ്റർ മിംസ്. കൈ തുന്നിച്ചേർത്തത് അത്യാധുനിക മൈക്രോവാസ്കുലർ സർജറിയിൽ. ഏറെ ശ്രമകരമായിരുന്നെന്ന് ഡോക്ടർമാർ. വാർത്തകൾ വിശദമായി. ബസ് ജീവനക്കാരെ മർദ്ദിച്ചെന്ന ആരോപണം. മയ്യിൽ കാട്ടാമ്പള്ളി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. വലഞ്ഞ യാത്രക്കാർ, വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേരെയാണ് ബസ് സമരം ബാധിച്ചത്. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് പണിമുടക്കം. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് മയ്യിൽ കാട്ടാമ്പള്ളി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് മുമ്മൂസ് ബസ് ജീവനക്കാർ പാവന്നൂർ മുട്ട ITM കോളേജ് വിദ്യാർത്ഥികളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. പ്രശ്നം പരിഹരിക്കുകയും കണ്ണൂരിൽ നിന്ന് തിരിച്ച് മയ്യിൽ എത്തിയ ബസ് തടഞ്ഞു നിർത്തി നാട്ടുകാർ മർദ്ദിച്ചുവെന്നാണ് പറയുന്നത്. ബസ് ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ലെന്നും നിസ്സാര കാരണത്തിനാണ് പണിമുടക്ക് തീരുമാനമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു. PRD ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ ശ്രീജിത്ത് പരിയാരത്തിന് നൽകിക്കൊണ്ടാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. മാധ്യമപ്രവർത്തകർ പലരും അവരുടെ ഐഡന്റിറ്റി കാർഡ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് പോയത്. അതുപോലെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കാണിക്കാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് പൊതുവായ കാർഡ്, സർക്കാർ നൽകുന്ന മീഡിയ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രസ് ക്ലബ് പോലെ സ്ഥാപനങ്ങൾ നൽകുന്ന അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ കാർഡുകളാണ്. ഒരുപക്ഷെ നേരത്തെ കണ്ണൂർ ജില്ലയിലും ഏറ്റവും കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പഴയ തുനിയേറ്റം ഓർമ്മയുണ്ടാവും. രാഷ്ട്രീയ സംഘർഷം നിരന്തരം നടക്കുന്ന ഘട്ടങ്ങളിലും പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യം മാധ്യമപ്രവർത്തകർ നേരിട്ടിട്ടുണ്ട്. കാരണം സ്വന്തം സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് മെമ്പർമാർക്കും നോൺ മെമ്പർമാർക്കുമുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണമാണ് നടന്നത്. PRD ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ ശ്രീജിത്ത് പരിയാരത്തിന് നൽകിക്കൊണ്ട് ചടങ്ങ് നിർവഹിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C. സുനിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ ആറാളം ഫാമിൽ കാട്ടാന ശല്യം തടയാൻ ആനമതിൽ വീണ്ടും ചർച്ചാ വിഷയമാവുന്നു. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെയും ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെയും നേതൃത്വത്തിൽ ആറാളം ആനമതിൽ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. തുടർന്ന് ആറാളം ഫാം ഓഫീസിൽ ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുമായി കൂടിക്കാഴ്ചയും നടത്തി. പണി തീർക്കാനും കോൺട്രാക്ടർ ഇപ്പോൾ എഗ്രി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നത്തെ ഒരു കാര്യം, കാട് വെട്ടിത്തെളിക്കാൻ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ആ തൊഴിലാളികളെ സമാഹരിക്കുക, എത്രയും പെട്ടെന്ന് ഞായറാഴ്ചയ്ക്ക് ശേഷം ആ പ്രവൃത്തി തുടങ്ങും. ഒരു ഭാഗത്ത് ഫെൻസിങ്ങിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അനാർട്ടും ഒരു ടീമും പോയിട്ടുണ്ട്. ആനയെ തുരത്താനുള്ള നടപടി ഈ ഫെൻസിങ്ങും കൂടെ കഴിഞ്ഞ് തെളിക്കലും കൂടെ ആയിട്ട് ഒന്നും കൂടി ആ കാര്യത്തിന് കൂടുതലായിട്ടുള്ള ശ്രദ്ധ മതി. ഈ കാര്യത്തിന് തുടർന്നുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഇതിൻ്റെ അവലോകനം ഉണ്ടാവും. ഏറ്റവും അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട്. SKSSF ജില്ലാ സഹചാരി റമദാൻ പ്രഭാഷണ സദസ്സ് 8-9 തീയതികളിൽ താഴെച്ചൊവ്വയിൽ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. നാളെ രാവിലെ 10-ന് SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആതുര സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നടത്തി മുന്നേറുന്ന സഹചാരി എന്ന ഉപവിങ്ങിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളോളമായി നടന്നുവരുന്ന സഹചാരി റമദാൻ പ്രഭാഷണം നാളെയും മറ്റന്നാളും, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ താഴെ ചൊവ്വയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. താഴെ ചൊവ്വയിൽ വെച്ച് ശനിയാഴ്ച, അതായത് നാളെ രാവിലെ 9:30-ന് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ
സമസ്ത കണ്ണൂർ ജില്ലാ മുഷാവറ അംഗം ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൾ റസാഖ് ഫൈലി പുതുവാച്ചേരി അവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ് അധ്യക്ഷനാകും. അസ്ലം തങ്ങൾ അബ്ദുറസാഖ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തും. അബ്ദുൾ ജലീൽ റഹ്മാനി വാണിയന്നൂർ റമദാൻ പ്രഭാഷണത്തിന് നേതൃത്വം നൽകും. 9 രാവിലെ 10 മണിക്ക് സമസ്ത ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അസ്ലം തങ്ങൾ മഷ്ഹൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ് റമദാൻ പ്രഭാഷണം നടത്തും. ചെറുമൂത്ത് ഉസ്താദ് കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഇസുദ്ദീൻ നിസാമി പൊതുവാച്ചേരി, റഷീദ് ഫൈസി പൊറോറ, ഷഫീദ് താഴെചൊവ്വ, സമീർ താഴെചൊവ്വ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി ഒരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ ബസ്സുകൾ പണിമുടക്കി. വലഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. സമരം ജീവനക്കാരെ അകാരണമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് മയ്യിൽ പോലീസ് ചർച്ച നടത്തി. മുഴപ്പിലങ്ങാടിനി താലപ്പൊലി മേളം. ഞായറാഴ്ച കലശം കാഴ്ച വരവുകൾ. കലശക്കാർ കോടതി നിർദ്ദേശം പാലിക്കണം. ആചാരാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി. പുല്ലുവെട്ട് യന്ത്രത്തിൽ തട്ടി കൈയേറ്റു. 10 വയസ്സുകാരന് തുണയായി ആസ്റ്റർ മിംസ്. കൈ തുന്നിച്ചേർത്തത് അത്യാധുനിക മൈക്രോവാസ്കുലർ സർജറിയിൽ. ഏറെ ശ്രമകരമായിരുന്നെന്ന് ഡോക്ടർമാർ. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മുഴപ്പിലങ്ങാട് ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ഇന്ന് തുടക്കം. മഹോത്സവം ഹൈക്കോടതിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രേമൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന് കലശക്കാർ പൂർണ്ണമായും സഹകരിക്കണമെന്നും 12 മണിക്ക് മുൻപ് മുഴുവൻ കലശങ്ങളും ക്ഷേത്ര പ്രദക്ഷിണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മുഴപ്പിലങ്ങാട് ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഹൈക്കോടതിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രേമൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നു മുതൽ 3 ദിവസങ്ങളിലായാണ് താലപ്പൊലി മഹോത്സവം നടക്കുന്നത്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തിയായിരിക്കും ഉത്സവം നടത്തുകയെന്നും കലശക്കാർ ക്ഷേത്ര കമ്മിറ്റിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി വ്യവസ്ഥകൾ കർശനമായി അനുസരിച്ചുകൊണ്ട് മാർച്ച് 9 രാത്രി 12 മണിക്ക് മുൻപ് മുഴുവൻ കലശങ്ങളും ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾ നിശ്ചിത സമയത്ത് നടത്താൻ സാഹചര്യമൊരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി 65 കലശങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇന്നുകൂടി രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇതിന് ക്രമീകരണം ഏർപ്പെടുത്തുക. കലശം വരേണ്ട സമയം നമ്മൾ നിയമാവലി പറയുന്നത് രാത്രി 12 മണിയാണ്. പക്ഷേ ഇപ്പോൾ കലശം എത്തുന്നത് 2 മണിക്കും 3 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ശിങ്കാരിമേള വരുന്ന കലശങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 അടിയറകൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത അവസ്ഥ. 12 മണിക്കുള്ളിൽ കലശം എത്തി, അതിനുശേഷം 1 മണിക്കും 3 മണിക്കുമായി 2 അടിയറകൾ കടന്നു വരണമെന്നാണ് നിബന്ധന. അതിനുശേഷമാണ് ചെറിയൊരു വെടിക്കെട്ട് ഉണ്ടാവാറ്. ഇതൊന്നും നടത്താൻ സാധിക്കാത്ത വിധം ഒരു കൂട്ടം സംഘങ്ങൾ കലശം വീടുകൾ കേന്ദ്രീകരിച്ചെടുക്കുന്നെങ്കിലും അതൊരു വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് തന്നെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി
ഇങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് അറിയിച്ച് ഇന്ന് വൈകിട്ട് 3:30 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് മുഴുവൻ കലശക്കാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലൂടെ പറയും. ഒപ്പം നാളെ വരുന്ന പത്രത്തിൽ ഇതൊരു പ്രധാന വിഷയമാക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ പേടി എന്ന് പറയുന്നത് ഇത് പരസ്പരം ഏറ്റുമുട്ടി നാളെ അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് രാഷ്ട്രീയമായി ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ തലശ്ശേരി മണവളിക്കാവിലൊക്കെ ഉണ്ടായതുപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പരമാവധി ക്ഷേത്ര കമ്മിറ്റി ഇതിൻ്റെ ശ്രമവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി NV രാജീവൻ, വൈസ് പ്രസിഡന്റ് KK സുകുമാർ, സെക്രട്ടറി സുരേഷ് ബാബു C എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂർ ശ്രീനാരായണ വിലാസം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വനിതാ സാഹിതി ജില്ലാ കമ്മിറ്റി അംഗം മീര കോയോട് ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. എന്തുകൊണ്ട് MT എന്ന് ചോദിച്ചാൽ MTയുടെ ഓരോ എഴുത്തിനും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടാകും. അത്രയും വായനാസുഖം തരുന്ന എഴുത്ത് മലയാള സാഹിത്യത്തിൽ തന്നെ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ഒരു ഭാഷയാണ്. ആ ഭാഷാ നിർമ്മാണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് ഇത്രയും സ്വീകാര്യമായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഇത്രയും വൈകാരികമായി അല്ലെങ്കിൽ ഇത്രയും തീവ്രമായി മലയാളിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതും. ആ ഭാഷയെക്കുറിച്ച്, ആ ലളിതവും വികാര തീവ്രവുമായ ഭാഷയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എൻ്റെ ഭാഷ ഞാനാണ്. അറിയപ്പെടാത്ത ആശയങ്ങൾ ഗർഭത്തിൽ പേര് നടക്കുന്ന മഹാസമുദ്രത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അറിയുന്ന നിളയെയാണെന്ന്. വായനശാല പ്രസിഡന്റ് പട്ടൻ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK നിധുൻ സ്വാഗതം പറഞ്ഞു. വായനശാല ജോയിന്റ് സെക്രട്ടറി P ഭൂപേഷ് നന്ദി പ്രകടിപ്പിച്ചു. ചടങ്ങിൽ 10ാം തരം തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വായനശാല വൈസ് പ്രസിഡന്റ് K അനിതയെ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് ജയചന്ദ്രൻ ഗാനസ്മൃതിയും നടന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ച് ദന്തിസ്റ്റ് ദിനം ആഘോഷിച്ചു. കൗൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നടന്നു. ടൗൺ സ്ക്വയറിൽ രാവിലെ 6:30 നടന്ന റാലി ACP TK രത്നകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗീത ഓറൽ ഡയഗ്നോസ്റ്റിക്സ് ആണ് റൈഡേഴ്സിനുള്ള ജേഴ്സി സ്പോൺസർ ചെയ്തത്. IDA നോർത്ത് മലബാർ പ്രസിഡന്റ് ഡോക്ടർ പ്രിയത ബാലൻ റൈഡേഴ്സിനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളായ ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ തളിപ്പറമ്പ്, ഗവൺമെന്റ് LPU സ്കൂൾ കല്യാശ്ശേരി, ഗവൺമെന്റ് വെൽഫെയർ LPU സ്കൂൾ മടക്കര, തെരു അങ്കനവാടി കാഞ്ഞിരോട് എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, വീഡിയോ റിലീസിംഗ്, ഡെന്റിസ്റ്റ് ഡേ ക്വിസ് എന്നിവ നടത്തുന്നതായും ആകാശവാണിയിൽ ഡോക്ടർ ജിതിൻ PM പീഡോഡോണ്ടിക്സിന്റെ റേഡിയോ ടോക്ക് ബോധവൽക്കരണ പരിപാടി മാർച്ച് 6, 7, 8 തീയതികളിൽ 12:40 12:50 സംപ്രേഷണം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ബൈക്ക് റാലി പയ്യാമ്പലം ബീച്ചിൽ അവസാനിക്കുകയും അവിടെ ദന്ത ഡോക്ടർമാരുടെ ഒരുമയുടെ പ്രതീകമായി ഹൈഡ്രജൻ ബലൂണുകൾ ഒരുമിച്ച് പറത്തി 40ഓളം യുവ ഡോക്ടർമാർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രജിത്ത് MP, ട്രഷറർ ഡോക്ടർ ദിനേശ് നമ്പ്യാർ, മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ ലീന മുരളി, ഡോക്ടർ രൂപേഷ് ചക്കരായൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ അതുൽ രമേശ് എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി ഡോക്ടർ വിഘ്നേഷ് സുന്ദർ നന്ദി അറിയിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. പുല്ലുവെട്ട് യന്ത്രത്തിൽ കൈ കുടുങ്ങിയതിനെ തുടർന്ന് 2ആയി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനർയോജിപ്പിച്ചു. ആലക്കോട് സ്വദേശി ആൽബിൻ സാജുവിന്റെ വലത് കൈയാണ് പുല്ലുവെട്ട് യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴക്ക് മുകളിൽ വെച്ച് 2ആയി മുറിഞ്ഞു പോയത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയ ആസ്റ്റർ മിംസിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നിർവഹിച്ചത്. അറ്റുപോയ കൈയുടെ ഒരു ഭാഗം അടുത്ത വീട്ടുപറമ്പിലേക്കാണ് തെറിച്ചു വീണത്. ഉടൻ തന്നെ കുഞ്ഞിനെ കൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം മൈക്രോവാസ്കുലർ സർജറി സംവിധാനമുള്ള ആശുപത്രി എന്ന നിലയിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് ആൽബിൻ ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത്. മുറിഞ്ഞുപോയ ഭാഗം നിലത്ത് വീണ് മണ്ണും അഴുക്കും പുല്ലുമെല്ലാം പറ്റി അണുബാധയ്ക്ക് സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ഇവയെല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം തന്നെ ഗുരുതരമായ പരിക്ക് പറ്റിയ കൈത്തണ്ടയിലെ 2 അസ്ഥികൾ ഓർത്തോപീഡിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി സംഘത്തിന്റെ നേതൃത്വത്തിൽ അറ്റുപോയ ഭാഗം കൂട്ടിയോജിപ്പിക്കുന്ന സർജറി ആരംഭിച്ചു. 2 ധമനികളും 5 സിരകളും ഞരമ്പുകളും 20 സ്നായുക്കളുമാണ് സങ്കീർണമായ സർജറിയിൽ
ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി കൂട്ടിയോജിപ്പിച്ചത്. ഇത്രയും സങ്കീർണമായ ശസ്ത്രക്രിയ പൂർണ്ണ വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര HS പറഞ്ഞു. അദ്ദേഹത്തിന് പുറമെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ നിബു കുട്ടപ്പൻ, ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ നാരായണ പ്രസാദ്, അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ സുഹാസ്, എമർജൻസി വിഭാഗം ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ താണ കരുവള്ളി ശ്രീകൂറുമ്പ് ഭഗവതികാവ് താലപ്പൊലി തെയ്യന്തിര മഹോത്സവം നാളെ സമാപിക്കും. വൈകുന്നേരം ദണ്ഡൻ പൂജയ്ക്ക് ശേഷം കാവിൽ നിന്നിറങ്ങും. 2 ദിവസങ്ങളിലായി നിരവധി തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിയത്. രാത്രി വിവിധ കലാപരിപാടികളും നടന്നുവരുന്നുണ്ട്. ഇന്നലെ രാത്രി ശാസ്തപ്പൻ വെള്ളാട്ടം, പുലർച്ചെ വീരൻ, വീരാളി, ശാസ്തപ്പൻ, രാവിലെ പുതിയ ഭഗവതി, ഉച്ചയോടെ ഭദ്രകാളി എന്നീ തെയ്യക്കോലങ്ങൾ ഇറങ്ങി. രാത്രി വേദിയിൽ കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് രാത്രി ഖണ്ഡകർണൻ, വസൂരിമാല വെള്ളാട്ടവും പുലർച്ചെ ഖണ്ഡകർണന്റെ തിറയും വസൂരിമാല തെയ്യക്കോലവും ഇറങ്ങും. നാളെ വൈകുന്നേരം നടക്കുന്ന ഗുരുസി തർപ്പണത്തിനും ദണ്ഡൻ പൂജയ്ക്കും ശേഷം കാവിൽ നിന്നിറങ്ങും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ഓട്ടോറിക്ഷ തൊഴിലാളി വിരുദ്ധ നിലപാട്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU കണ്ണൂർ ഏരിയ സെക്രട്ടറി കാടൻ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ഓട്ടോറിക്ഷ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എല്ലാ നേതാക്കളും സംസാരിച്ചു. കാൽടച്ച് ജംഗ്ഷനിനകത്തുള്ള എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അവിടെ സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായതാണ്. ആ ഓട്ടോ സ്റ്റാൻഡ് ഇന്നലെ മുതൽ വളരെ വിരലിലെണ്ണാവുന്ന വണ്ടികൾ മാത്രമേ അവിടെ നിർത്താൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിരിക്കുക. ഇത് 4000-ഓളം വരുന്ന ഓട്ടോ തൊഴിലാളികളെയും കുടുംബങ്ങളെയും മണ്ണിൽ കഞ്ഞിയിൽ മണ്ണിടുന്ന പ്രവൃത്തിയാണ്. ഇതിനെതിരായിട്ടാണ് ശക്തമായ സമരം ഇന്നിവിടെ നടത്താൻ തയ്യാറായിട്ടുള്ളത്. കണ്ണൂർ NS ടാക്കീസിന് മുമ്പിൽ നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് വെട്ടിക്കുറച്ചതിൽ തൊഴിലാളികൾ പ്രതിഷേധമറിയിച്ചു. CITU കണ്ണൂർ ഏരിയ സെക്രട്ടറി കാടൻ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. N ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ AV പ്രകാശൻ, സത്യൻ ചാലക്കര, കുന്നത്ത് രാജീവൻ, K ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ചിറക്കൽ ശ്രീ ചാമുണ്ടിക്കോട്ടത്ത് മാർച്ച് 28 മുതൽ മഹാകളിയാട്ടം നടക്കുന്നു. 31 വരെ നടക്കുന്ന കളിയാട്ടത്തിന് ആശംസകൾ നേരാൻ സുരേഷ് ഗോപി ചിറക്കൽ വലിയ രാജയെ സന്ദർശിച്ചു. 2023 45 വർഷത്തിന് ശേഷം പെരുങ്കളിട്ടം നടന്ന കാവ് കൂടിയാണ് ചിറക്കൽ ചാമുണ്ടിക്കോട്ടം. ഇത്തവണത്തെ മഹാകളിയാട്ടത്തിൽ 31 തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. നാറാത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ വൻ ലഹരിവേട്ട. യുവാക്കൾ എക്സൈസ് പിടിയിലായി. നാറാത്ത് സ്വദേശി മുഹമ്മദ് ഷഹീൻ യൂസഫ്, കയറള സ്വദേശി മുഹമ്മദ് സിജാഹ എന്നിവരെയാണ് ലഹരിയുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ നാട്ടുകാർ വളഞ്ഞ് കയ്യേറ്റം ചെയ്തു. നാറാത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ രാത്രി നടന്ന പരിശോധനയിലാണ് വൻ ലഹരിവേട്ട നടന്നത്. നാറാത്ത് സ്വദേശി മുഹമ്മദ് ഷഹീൻ യൂസഫ്, കയറള സ്വദേശി മുഹമ്മദ് സിജാഹ എന്നിവരെ ലഹരിയുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തു. 17 ഗ്രാം MDMA, 2.5 കിലോ കഞ്ചാവ്, 35 ഗ്രാം LSD സ്റ്റാമ്പ്, 93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ യുവാക്കളിൽ നിന്ന് പിടികൂടി. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ലഹരി കണ്ടെത്തിയത്. പിന്നാലെ പ്രതികളുമായി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ യുവാക്കളെ സംഘടിച്ചെത്തിയ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഏറെ പണിപ്പെട്ടാണ് പ്രതികളെ എക്സൈസുകാർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
ഏച്ചൂർ കനകച്ചേരി ശ്രീ കൂറുമ്പക്കാവ് പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സദസ്സ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഏച്ചൂർ കോട്ടം റോഡ് ശ്രീ മുത്തപ്പൻ മടപ്പുര, മംഗലശ്ശേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം, മാവിലാച്ചാൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, മാവിലാച്ചാൽ ശ്രീ ഗുളികൻ കോട്ടം, വലിയന്നൂർ ശ്രീ കൂലോത്ത് വയനാട്ടുകുലവൻ ക്ഷേത്രം, നിലപ്പനക്കുന്ന് ശ്രീ മുരുകൻ കോവിൽ, മാവിലാച്ചാൽ മണയങ്ങാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, കോച്ചോടുപാലം ശ്രീ മുത്തപ്പൻ മഠപ്പുര, മുണ്ടേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം, കണ്ണാർത്ത് പുതിയപുരയിൽ ആരൂഢസ്ഥാനം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സദസ്സ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ നിർവഹിച്ചു. കാവിൽ കയറൽ, ഗണപതി പൂജ, കൊടിയേറ്റം എന്നിവയും നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,000 രൂപ, പവന് 64,000 രൂപ, വെള്ളി 106 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ ബസ്സുകൾ പണിമുടക്കി. വലഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. സമരം ജീവനക്കാരെ അകാരണമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് മയ്യിൽ പോലീസ് ചർച്ച നടത്തി. മുഴപ്പിലങ്ങാടിനി താലപ്പൊലി മേളം. ഞായറാഴ്ച കലശം കാഴ്ച വരവുകൾ. കലശക്കാർ കോടതി നിർദ്ദേശം പാലിക്കണം. ആചാരാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി. പുല്ലുവെട്ട് യന്ത്രത്തിൽ തട്ടി കൈയേറ്റു. 10 വയസ്സുകാരന് തുണയായി ആസ്റ്റർ മിംസ്. കൈ തുന്നിച്ചേർത്തത് അത്യാധുനിക മൈക്രോ വാസ്കുലർ സർജറിയിൽ. ഏറെ ശ്രമകരമായിരുന്നെന്ന് ഡോക്ടർമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.